ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുമേഷ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയേറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. നമുക്ക് നോക്കാം. LD ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകളിൽ 40 മാർക്കിന് കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൽ 1-2 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉറപ്പായും അബ്രിവേഷൻസ് എന്ന കാറ്റഗറിയിൽ നിന്നായിരിക്കും ചോദിക്കാറുള്ളത്. അങ്ങനെ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ കൃത്യമായി നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റൂ. കാരണം 4 ഓപ്ഷനും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഓപ്ഷനുകളായിരിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വേഗത്തിൽ എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നതിന്റെ ഒരു ചെറിയ ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്കായി നൽകുന്നത്. അപ്പൊ ക്ലാസിന്റെ ത്രൂ ഔട്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ പറയുന്ന ഏകദേശം 20ഓളം അബ്രിവേഷൻസ് ഉറപ്പായും ചോദിക്കാം എന്നതുകൊണ്ട് മാത്രമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായും നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ആദ്യം എക്സാമുകൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള അബ്രിവേഷൻസ് കാറ്റഗറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തും. അതിനുശേഷം ഏകദേശം 15ഓളം ഇമ്പോർട്ടന്റ് അബ്രിവേഷൻസും നിങ്ങൾക്കായി ക്ലാസ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഏകദേശം 20 അബ്രിവേഷൻസ് ഈ ക്ലാസ് കാണുന്നതിലൂടെ നമ്മൾ പഠിക്കും. അത് കൃത്യമായും ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് LD ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് ചോദ്യങ്ങളായി വന്നിരിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം. URL സ്റ്റാൻഡ്സ് ഫോർ സെയിം കോൺസെപ്റ്റ് തന്നെ പിന്നീട് ഒരു പരീക്ഷയ്ക്കും ചോദിച്ചു. നോക്കുക. ഫുൾ ഫോം ഓഫ് URL. ശ്രദ്ധിക്കുക, ഇതെല്ലാം LD ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. URL സ്റ്റാൻഡ്സ് ഫോർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഞാൻ തെറ്റുത്തരങ്ങൾ വായിക്കുന്നില്ല. യൂണിവേഴ്സൽ റെക്കോർഡ് ലൊക്കേറ്റർ തുടങ്ങിയ പല രീതിയിലുള്ള ടേമുകൾ വന്നിട്ടുണ്ട് തെറ്റായ ഓപ്ഷൻസിന്റെ കാറ്റഗറിയിൽ. അതൊന്നും ഞാൻ വായിക്കുന്നില്ല, ഞാൻ ശരിയായിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ URL സ്റ്റാൻഡ്സ് ഫോർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഫുൾ ഫോം ഓഫ് URL ഈസ്. സെയിം ആൻസർ തന്നെയാണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം, നമ്മൾ ശരി ഉത്തരം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. കാരണം ബാക്കിയുള്ള ഓപ്ഷനുകളിലെല്ലാം ഈ രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ശരി ഏത് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കണമെങ്കിൽ പരമാവധി ഇത്തരത്തിലുള്ള അബ്രിവേഷൻസ് കണ്ടും കേട്ടും പഠിക്കുക എന്നതാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. അപ്പൊ നമുക്കിനി അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് അടുത്തതാണ് HTTP ഈസ്. നോക്കുക, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇതാണ് ശരിയായ ഉത്തരം. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ബാക്കി ഓപ്ഷൻസിനകത്ത് എല്ലാം പറയുന്നത് ഇതേ രീതിയിലുള്ള ആൻസറുകളാണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാം, ഏതായിരിക്കും ശരിയെന്ന് ഉള്ളതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. PDF മീൻസ് പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ഇതാണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CPU? നമുക്കറിയാവുന്നതാണ്, കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് പഠിക്കുന്ന സമയത്തെ നമ്മൾ പഠിക്കുന്നതാണ് CPU. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നതാണ് CPU എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് EFTS. കേരള PSC ചോദിച്ചിട്ടുള്ള LD ടൈപ്പിസ്റ്റ് പരീക്ഷകളിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. എന്താണ് EFTS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിക്കുക, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. ശരിയായ ഉത്തരം ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എന്നതായിരുന്നു. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള അബ്രിവേഷൻസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് നിർബന്ധമായി നമുക്ക് പഠിക്കേണ്ടതെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് അബ്രിവേഷൻസ് ആണ്. അപ്പൊ ഏകദേശം 5 അബ്രിവേഷൻസ് നമ്മൾ ആദ്യത്തെ പ്രീവിയസിന്റെ കാറ്റഗറിയിൽ പഠിച്ചു. ഇനി നമുക്ക് നോക്കാം അടുത്തത്. OLE സ്റ്റാൻഡ്സ് ഫോർ OLE. ഇത് ഇക്കഴിഞ്ഞ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് എക്സാമിന് ഒരു ചോദ്യമായി വന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ അത് ആദ്യം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, OLE സ്റ്റാൻഡ്സ് ഫോർ ഒബ്ജക്റ്റ് ലിങ്കിങ് ആൻഡ് എംബെഡിങ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ നോക്കാം. ADC
വാട്ട് യു മീൻ ബൈ ADC? നോക്കുക, അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ എന്നതാണ് ADC എന്നതിന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ അബ്രിവേഷൻസ്. നെക്സ്റ്റ് ASP, ആക്റ്റീവ് സർവർ പേജ്. ASP സ്റ്റാൻഡ്സ് ഫോർ ആക്റ്റീവ് സർവർ പേജ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് APCI, ശ്രദ്ധിക്കുക, APCI മീൻസ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ കൺട്രോൾ ഇൻഫർമേഷൻ. APCI stands for application layer protocol control information. Next ADF. Next ADF, automatic document folder. ഇതൊക്കെ ഇവിടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നും. പക്ഷേ 4 ഓപ്ഷൻസ്, ബാക്കി 3 ഓപ്ഷൻസും നമ്മളെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് നമുക്കിത് വീണ്ടും ഒന്ന് പറയാം, ശ്രദ്ധിക്കുക. OLE സ്റ്റാൻഡ്സ് ഫോർ ഒബ്ജക്റ്റ് ലിങ്കിങ് ആൻഡ് എംബെഡിങ്. നെക്സ്റ്റ് ADC സ്റ്റാൻഡ്സ് ഫോർ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. നെക്സ്റ്റ് ASP സ്റ്റാൻഡ്സ് ഫോർ ആക്റ്റീവ് സർവർ പേജ്. നെക്സ്റ്റ് APCI സ്റ്റാൻഡ്സ് ഫോർ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ കൺട്രോൾ ഇൻഫർമേഷൻ. നെക്സ്റ്റ് ADF സ്റ്റാൻഡ്സ് ഫോർ ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് ഫോൾഡർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോവാം. B2B. വാട്ട് യു മീൻ ബൈ B2B? ബിസിനസ് ടു ബിസിനസ്. B2B സ്റ്റാൻഡ്സ് ഫോർ ബിസിനസ് ടു ബിസിനസ്. നെക്സ്റ്റ് BLOB. BLOB, ബൈനറി ലാർജ് ഒബ്ജക്റ്റ്. BLOB സ്റ്റാൻഡ്സ് ഫോർ ബൈനറി ലാർജ് ഒബ്ജക്റ്റ്. നെക്സ്റ്റ് CAD. CAD stands for computer aided design. CAD stands for computer aided design. Next CGI, common gateway interface. CGI stands for common gateway interface. Next CLR. CLR stands for common language runtime. Common language runtime. ഒന്നുകൂടി നമുക്ക് നോക്കാം. What you mean by B2B? B2B stands for business to business. Next BLOB. എന്താണ് BLOB? Binary large object. Binary large object. CAD stands for computer aided design. Next CGI stands for common gateway interface. Next CLR stands for common language runtime. Next നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. DBMS. What you mean by? അല്ലെങ്കിൽ DBMS stands for database management system. അപ്പൊ DBMS ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ്, പക്ഷെ ഇതിന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ അബ്രിവേഷൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. നെക്സ്റ്റ് DVR. DVR നമ്മൾ ഈ CCTV ആയിട്ടൊക്കെ ബന്ധപ്പെട്ടും വിമാനാപകടങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും കേൾക്കുന്ന ഒരു ടൈമാണ് DVR. എന്താണ് DVR? ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. DVR സ്റ്റാൻഡ്സ് ഫോർ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. നെക്സ്റ്റ് DPI, ഡോട്ട്സ് പെർ ഇഞ്ച്. DPI സ്റ്റാൻഡ്സ് ഫോർ ഡോട്ട്സ് പെർ ഇഞ്ച്. നെക്സ്റ്റ് DLL, ഡൈനാമിക് ലിങ്ക് ലൈബ്രറി. DLL സ്റ്റാൻഡ്സ് ഫോർ ഡൈനാമിക് ലിങ്ക് ലൈബ്രറി. നെക്സ്റ്റ് DFS, ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം. DFS സ്റ്റാൻഡ്സ് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം. അപ്പം ഏകദേശം 15ഓളം അബ്രിവേഷൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചതെങ്കിൽ പ്രീവിയസ് കാറ്റഗറിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഭാഗത്ത് 5ഓളം അബ്രിവേഷൻസും പഠിക്കുകയുണ്ടായി. ഏകദേശം ഈ ഒരു ക്ലാസ്സിൽ 20 അബ്രിവേഷൻസ് ആണ് നിങ്ങൾക്കായിട്ട് നമ്മൾ തയ്യാറാക്കി തന്നിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗത്ത് നിന്ന് 1 അല്ലെങ്കിൽ 2 മാർക്കിന് ഉറപ്പായും ചോദ്യം വന്നിരിക്കും. പക്ഷേ നമ്മളിത് പഠിക്കാതെ പോയാൽ നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റാതെ, അതായത് നമുക്ക് ശരി ഉത്തരം ഏതെന്ന് കണ്ടെത്താൻ പറ്റാതെ വന്നേക്കാം, അല്ലെങ്കിൽ ചെയ്യുന്നത് ഒരുപക്ഷെ തെറ്റായി പോയേക്കാം. എങ്ങനെയാണെങ്കിലും ഓരോ പരീക്ഷകളിലും ഓരോ മാർക്ക് നമുക്ക് വിലപ്പെട്ടതാണ്. ആ ഒരു മാർക്ക് നമ്മളെ റാങ്കിൽ ഒരുപാട് മുന്നിലെത്തിക്കാം. ഒരു മാർക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾക്ക് ഒരുപാട്
പിന്നിലോട്ട് പോവാം. അപ്പം വിലപ്പെട്ട മാർക്കുകളാണ്. അത് വാങ്ങാൻ വേണ്ടി നമുക്ക് ഈ രീതിയിൽ സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന എല്ലാ ഭാഗവും നിങ്ങൾ കവർ ചെയ്യണം. ഏകദേശം ABCD 4 ആൽഫബറ്റ്സിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗത്തു നിന്നുള്ള അബ്രിവേഷൻസ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ഇനിയും ഒരുപാട് അബ്രിവേഷൻസ് ഉണ്ട്. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അറിയാം, അബ്രിവേഷൻസിന്റെ കൃത്യമായ രീതിയിലുള്ള ഒരു സ്റ്റഡി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു മാർക്ക് ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച 20 മാർക്കിന്റെ അബ്രിവേഷൻസ് നന്നായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ടൈപ്പിസ്റ്റ് എക്സാമുകൾക്കായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഒരു ക്രാഷ് കോഴ്സ് ഓഫർ ചെയ്യുന്നു. 60 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുത്ത് വരാനിരിക്കുന്ന ടൈപ്പിസ്റ്റ് എക്സാമിൽ ഉന്നത റാങ്കുകൾ ഉറപ്പിക്കാം. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായി താഴെ തന്നിരിക്കുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ടൈപ്പിസ്റ്റ് റാങ്കിനായി പഠിക്കാം എന്ന ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കൃത്യമായ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിച്ച് വരാനിരിക്കുന്ന ടൈപ്പിസ്റ്റ് എക്സാമിന്റെ മുൻ റാങ്കുകൾ ഉൾപ്പെടാൻ നിങ്ങൾക്കും സാധിക്കും. കൃത്യമായ ഒരു ടൈം ടേബിൾ പ്രകാരം പഠിച്ചുവെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. നിലവിൽ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായി തന്നിരിക്കുന്ന ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വരാനിരിക്കുന്ന ടൈപ്പിസ്റ്റ് എക്സാമുകളിൽ ഒരു നല്ല റാങ്ക് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. പഠനം മുടങ്ങാതെ തുടരുക. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഒരു നല്ല റാങ്ക് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഓൾ ഓഫ് യു.